റോമൻ ഭരണകാലത്ത് ഒരു പട്ടാളക്കാരന് ഏതൊരു പൗരനെയും തൻ്റെ ഭാരം ചുമന്ന് 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കാൻ അധികാരമുണ്ടായിരുന്നു. ഇത് വലിയൊരു ഭാരമായി ജനങ്ങൾ കണ്ടിരുന്നു. നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ചെയ്ത ശേഷം അതിനുമപ്പുറത്തേക്ക് മാറി നന്മ ചെയ്യുമ്പോൾ അത് നോവിനോടുള്ള അൻപായി, നോമ്പായി മാറുന്നു. കുരിശിൻ്റെ വിരിമാറിൽ വേദനയും സഹനവും ത്യാഗവും സ്നേഹത്തിൻ്റെ നിറവും അതിനപ്പുറവുമാണെന്ന് ക്രിസ്തു കാണിച്ചു തരുന്നു. ഒരു തിരിഞ്ഞുനോട്ടത്തിലൂടെ നല്ല കള്ളനും പത്രോസും നഷ്ടപറുദീസയെ ലാഭപറുദീസയാക്കി. അന്നു മുതൽ ഇവർ വേദനയെ സ്നേഹിക്കാനും ആരംഭിച്ചു. ക്രൈസ്തവ വിശ്വാസത്തിൽ നോമ്പ് എന്നത് കേവലം ഭക്ഷണം ഉപേക്ഷിക്കലല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നടത്തുന്ന ഒരു ആത്മീയ യാത്രയാണ്. ഈ ആത്മീയ യാത്രയിൽ നമുക്കായി ജീവൻ നൽകിയ ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹത്തെ ധ്യാനിക്കാനും നമ്മുടെ ചെറിയ കുരിശുകൾ സ്നേഹത്തോടെ വഹിക്കാനും നമുക്ക് ശ്രമിക്കാം. ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ, നമ്മുടെ മനോഭാവങ്ങളിലെ ക്രിസ്തു സ്നേഹമാണ് നോമ്പിനാധാരം. ക്രിസ്തുവിൻ്റെ പാത എപ്പോഴും സഹനത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ക്ഷമയുടേതായിരുന്നുവെന്നും നമുക്കോർക്കാം. യഥാർത്ഥ സ്നേഹം എപ്പോഴും ത്യാഗത്തിൽ അധിഷ്ഠിതമാണ്. മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നതും പരിഭവം കൂടാതെ സഹിക്കുന്നതും സ്നേഹത്തിൻ്റെ ഉന്നതമായ ഭാവമല്ലാതെ മറ്റെന്താണ്? സഹനമില്ലാത്ത സ്നേഹവും സ്നേഹമില്ലാത്ത സഹനവും അർത്ഥശൂന്യമാണെന്നും നമുക്കോർക്കാം. ത്യാഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനായി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം.